ജന്മാദ്യസേതൊന്നയാതിതരതച്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മകൃതായ ആദികവേ മുഖ്യന്തേത്സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മുഷാ ധാംനാത്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവത വിചാരത്തിൽ നമ്മൾ 11 ശ്ലോകമാണ് പറഞ്ഞു വെച്ചത്. 14 ശ്ലോകം. ആപന്ന സംസ്ഥിതിം ഘോരാം എന്നാമ വിശോ ഗൃണൻ തഥസദ്യോ വിമുച്ഛേത് വേദി ഭയം സ്വയം എന്നുവരെയാണ് പറഞ്ഞു വെച്ചത്. അതിൽ ഈ 9ാമത്തെ ശ്ലോകത്തിലും നമ്പർ ചിലപ്പോൾ മാറുണ്ടാവും. ഒരു നമ്പറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അധ്യായത്തിൽ ചിലപ്പോൾ മാറിട്ടോ. ശ്ലോകം ആണ് നോക്കേണ്ടത്. തത്ര തത്ര അഞ്ജേസ ആയുഷ്മൻ ഭവതാ ഇതി നിശ്ചിതം പുംസാം ഏകാന്തത ശ്രേയ തന്നെ സംസിതമർഹസി. തത്ര തത്ര അഞ്ജസായുഷ്മൻ തുടങ്ങുന്ന ശ്ലോകം ചിലപ്പോൾ 10, 9 എന്നുള്ളത് 8 എന്ന് വരും, ചിലപ്പോൾ 9 എന്നുള്ളത് 10 എന്ന് വരും. അതായത് ഇതിൽ 9 ആണ്, നമുക്ക് ചിലപ്പോൾ 10 എന്ന് വരാൻ സാധ്യതയുണ്ട്. തത്ര തത്ര അഞ്ജസായുഷ്മൻ ആ ശ്ലോകത്തിൻ്റെ അവസാനത്തെ വരി പുംസാം ഏകാന്തത ശ്രേയ തന്നെ സംസിതമർഹസി. ആത്യന്തികമായ ശ്രേയസ്സാണ് ഏകാന്ത ശ്രേയസ്. അതേ ശ്ലോകം 11 റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അതസ്സാതോത്ര യത്സാരൻ സമുദ്ദിത്യമനീഷയ ബ്രൂഹിനശ്രദ്ധാനാനാം ഏനാത്മാ സംപ്രസീദതി. ഏനാത്മാ സംപ്രസീദതി പുംസാം ഏകാന്തത ശ്രേയ എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. ആത്മാവിൻ്റെ സംപ്രീതി എന്ത് എന്ന് ഞങ്ങളോട് പറയണം. അത് തന്നെ 9 ആവർത്തിച്ചിരിക്കണം. ആ ശ്ലോകം ശരിക്കും പറയാച്ചാൽ ഇവർ 5-6 ചോദ്യങ്ങളാണ് ശൗനകാദികൾ ചോദിക്കണത്. അതിലത്തെ ആദ്യത്തെ ചോദ്യമാണ് ഇത്. ഏന ആത്മാ സംപ്രസീദതി എന്ന് പറഞ്ഞാൽ ആത്മാവ് എന്തുകൊണ്ടാണ് സംപ്രീതി കൊള്ളുന്നത്, ഇതാണ് ആദ്യത്തെ ശ്ലോകം. അപ്പം അത് 2 പ്രാവശ്യമായിട്ട് ഒരു ചോദ്യം ചോദിച്ചിരിക്കണമെന്ന് വേണം കരുതാൻ. രണ്ടും ഒന്ന് തന്നെയാണ്. അയനാത്മാ സംപ്രസീദതി പുംസാം ഏകാന്തത ശ്രേയ തന്നെ സംസിതം അർഹസി എന്നാണ്. പുംസാം ഏകാന്തത ശ്രേയ തന്നെ സംസിതം അർഹസി എന്ന അതേ ചോദ്യം തന്നെ ഇവിടെ 11 ആവർത്തിച്ചിരിക്കുകയാണ്. ബ്രൂഹിനശ്രദ്ധാനാനാം മേനാത്മാ സംപ്രസീദതി. അപ്പോൾ ആത്യന്തികമായിട്ടുള്ള ശ്രേയസ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. കലിയുഗം ഞങ്ങളെ വല്ലാതെ ആക്രമിച്ച് ബുദ്ധിമുട്ടിക്കുന്നു. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? ശരിക്കും ഭഗവാനെ ആശ്രയിക്കുകയാണ് മാർഗം എന്നുള്ളത് അവർക്ക് അറിയാം. അത് അവർക്ക് അറിയാഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അതിപ്പോൾ എങ്ങനെ വേണം എന്നുള്ളതാണ്. ഭഗവാനെ ആശ്രയിക്കണം എന്നതാണ് യത്പാദ സംശയ. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യമായിട്ടാണ് ഇവിടെ ഈ അവതാരങ്ങളെ പറയണത്. സൂതജാനാസി ഭദ്രന്തേ ഭഗവാൻ സാത്വതാംപതി ദേവക്യാം വസുദേവസ്യ ജാതോ യസ്യ ചികീഷയ. അതെന്താ ചോദിച്ചാൽ ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യം ഇവിടെ അവതാരങ്ങളാണ്. ദേവകിയിലും വസുദേവരിലും ഭഗവാൻ അവതരിച്ചു എന്ന് കേട്ടു. ആ അവതാര മാഹാത്മ്യം എന്താണ്? ഈ അവതാരങ്ങൾക്ക് ഇത്ര പ്രാധാന്യവും ആകർഷണവും അത് വീണ്ടും വീണ്ടും കേൾക്കണം എന്നും തോന്നുന്നത്? മറ്റൊന്നും അങ്ങനെ തോന്നണില്ല. അപ്പോൾ എന്താണ് അതിൻ്റെ ആ ഒരു പ്രാധാന്യം, അതിൻ്റെ പൊരുൾ? അതാണ് രണ്ടാമത്തെ ചോദ്യമായിട്ട് നമുക്ക് പറയാവുന്നത്. എന്തായാലും ഭയം പോലും പേടിക്കുന്നു ഭഗവാനെ. ഭഗവാന്റെ നാമം ഉള്ള ദിക്കിൽ ഭയം വരില്ല, ഭയം ഒന്നും ഉണ്ടാവില്ല എന്നാണ്. ബിഭേദി സ്വയം ഭയം എന്ന് പറഞ്ഞു. അതുകൊണ്ട് യത്പാദ സംശയാസൂത മുനയപ്രശമായന സദ്യ പുനരുപത്പിട്ടാർധുന്യാപോനു സേവയ. അടുത്ത ശ്ലോകം. ഏതൊരു ഭഗവാനെ ആശ്രയിച്ചിട്ടാണോ യത്പാദ സംശ്രയ, ഏതൊരു ഭഗവാനെ ആശ്രയിച്ചിട്ടാണോ ആശ്രയിച്ചിട്ടുള്ളവരും
അതുപോലെ തന്നെ സമാധാനം ലഭിച്ചവരും, പ്രശമായനാഹ സമാധാനം കിട്ടിയവർ, പിന്നെയോ മുനയ സത്യ ശുദ്ധി, വളരെ വേഗം ശുദ്ധിയും ഉണ്ടാവും. ഭഗവത് പാദത്തെ ആശ്രയിച്ചാൽ വേഗം മനഃശുദ്ധി ഉണ്ടാവും. ആരോടും ശത്രുതയോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെയും, പിന്നെ അതേപോലെ തന്നെ ശുദ്ധി, മനഃശുദ്ധി ഉണ്ടാവുന്നു. ഏതുപോലെ ഇവിടെ പറയുന്നു, സ്വർത്തുന്യ അഭി, നല്ല നല്ല തീർത്ഥസ്നാനങ്ങൾ, ഗംഗയാവാം, ഗോദാവരി, വർമ്മ, സിന്ധു, നർമ്മദ, കാവേരി മുതലായ തീർത്ഥസ്നാനം നമ്മൾ വളരെ വിശിഷ്ടമായിട്ടാണല്ലോ കരുതുക. ഉപസ്പർശിക്കപ്പെട്ടിട്ട് ക്രമത്തിലുള്ള സേവ ശുദ്ധി വരുത്തുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പം ഭഗവാന്റെ പാദങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഈ തീർത്ഥസ്നാനങ്ങളിൽ പോകുന്നതിനേക്കാൾ ഗുണമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടൊരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ തീർത്ഥസ്നാനങ്ങൾ, പുണ്യസ്ഥലങ്ങൾ, ഇത് ദർശിക്കുന്നതൊക്കെ ഒരു പരിധി വരെ വേണ്ടു. എന്താ അത്? അതിനേക്കാളും അപ്പുറത്തേക്കുള്ളതിലേക്ക് എത്തിയാൽ പിന്നെ അത് വേണ്ട. അതാണ് അതിൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. വിശിഷ്ടങ്ങളായിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ കയ്യിൽ ഉണ്ട്, അതിനേക്കാൾ വിശിഷ്ടമായിട്ടൊന്ന് വന്നാൽ പിന്നെ ഈ പഴയതിൻ്റെ ആവശ്യമില്ലല്ലോ. ഏറ്റവും വിശിഷ്ടമായിട്ടുള്ളതല്ലേ വേണ്ടൂ. അതാണ് ഇവിടെ പറയണത്. സുർദുന്യ ആപോനു സേവയാ. ഇവിടെ ജലങ്ങൾ, ആപ എന്ന് പറഞ്ഞാൽ ജലമാണ്. ജലത്തിൽ പോയിട്ട് മുങ്ങ, അവിടെ ഇവിടേക്ക് അങ്ങനെ പോവുക. ചിലർക്ക് അതൊരു വലിയ ഇഷ്ടമാണ്. വൃന്ദാവനത്തിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, രസമായി എന്നൊക്കെ പറയും. ഇവരൊക്കെ പറയട്ടെ. പക്ഷേ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്നില്ലാത്തത് കൊണ്ടാണ് ഇവർക്ക് ഇതിലെ ആകർഷണം വരുന്നത്. സംശയമൊന്നുമില്ല. അപ്പം എന്താണ് അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്? അത് ശ്രീമദ് ഭാഗവതം, സത്സംഗം, അതിൻ്റെ മഹത്വം അനുഭവിക്കണമെങ്കിൽ, എല്ലാവരും ചെയ്തു നമ്മൾ അങ്ങനെയല്ല, അതിങ്ങനെ അനുഭവമായിട്ട് വരിക എന്നുണ്ടല്ലോ, അത് എത്രയോ ജന്മത്തെ പുണ്യം കൊണ്ടേ സാധിക്കൂ. അതിപ്പോൾ ചിലർക്ക് അങ്ങോട്ട് സാധിച്ചില്ല എന്നുള്ളത് നമ്മൾ കുറ്റം പറയേണ്ടതെന്നാണ്. അതും വേണ്ട. കാരണം അതൊക്കെ എത്രയോ ജന്മത്തെ പുണ്യമാണ്. നമ്മൾ ചെയ്ത പുണ്യം കൊണ്ടൊന്നും അല്ലാത്രേ നമ്മൾ ഭാഗവതത്തിൽ വരണം വിചാരിക്കേണ്ട. നമ്മളിപ്പോൾ ഈ ജന്മത്തിൽ എല്ലാവരും ചെയ്ത പോലെ തന്നെയല്ലേ ചെയ്തിട്ടുള്ളൂ. എല്ലാവരും ചെയ്ത അത്രയും കൂടി ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണം. പിന്നെ എന്തിനാ ഈ ഭാഗവതത്തിൽ എങ്ങനെ വന്നു? അച്ഛൻ ചെയ്ത സുഹൃതം, നമ്മുടെ കാരണവന്മാർ ചെയ്ത സുഹൃതം, നമ്മൾ മുൻജന്മത്തിൽ ചെയ്ത സുഹൃതം. അതുകൊണ്ടാണ് കാശ് ചിലവാക്കണ്ട, എവിടെയെങ്കിലും പോകണ്ട, അലയണ്ട, ഭക്ഷണം കഴിച്ച് ദേഹം കേടുവരുത്തണ്ട, ഇവിടെ ഇരുന്നിട്ട് നേടേണ്ട നേടുക എന്ന് പറഞ്ഞാൽ അത് ഷോർട്ട് കട്ടല്ലേ? ആലോചിച്ച് നോക്കൂ. അത് തോന്നണം എന്ന് പറഞ്ഞാൽ എങ്ങനെ തോന്നും? എല്ലാവർക്കും ഒന്നും തോന്നുന്നില്ല. അങ്ങനെ തോന്നിയാൽ പിന്നെ ലോകത്തിൽ ഈ ടൂറിസ്റ്റ് ബസ്സുകാരൊക്കെ കാശുണ്ടാക്കണ്ടേ? വേണ്ടേ? അപ്പോൾ അവർക്കൊരു ചില ആൾക്കാരെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ദൈവം. അവർ പോട്ടെ, നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഭാഗവതം വായിച്ചോളൂ. നമ്മുടെ മഹാഭാഗ്യം. നയാ പൈസ ചിലവില്ലാണ്ട്, അധ്വാനമില്ലാണ്ട് അവരിത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് എവിടെ എത്തണോ? അവിടെ ഇല്ല. അതിനേക്കാട്ടിൽ ഒരുപടി മുമ്പിൽ നമ്മൾ എത്തുന്നുണ്ട്. ഇത് ശരിക്കും പറയാച്ച ഒരു ഉദാഹരണം ആമയും മുയലും പന്തയം വയ്ക്കണ പോലെയാണ്. ആമയും മുയലും പന്തയം വെച്ച് മുയൽ കേമായിട്ട് എവിടേക്കോ എത്തിയെന്ന് അഭിമാനിക്കും ഇല്ലേ? ഒരു ഉറക്കാണ്ട് ഉറങ്ങിയിട്ട് മാമ ഓവർടേക്ക് ചെയ്ത കഥ നമുക്കൊക്കെ സുപരിചിതമാണ്. ഇതുപോലെ ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യണത്, ഓർക്കണം. അതൊക്കെ എല്ലാവർക്കും പറ്റുമോ? പറ്റില്ല. അതിൽ അത്ഭുതപ്പെടാനേ ഇല്ല. ഇപ്പം ഇവിടെ പറയുകയാണ്, സദ്യ പുനരുപസ്പൃഷ്ട സ്വത്യന്യാപോനു സേവയ. വെള്ളം, തീർത്ഥസ്നാനം, സ്നാനോ അതെ, സ്ഥാനോ അതെ കേട്ടോ, രണ്ടും വരും. ഇവിടെ തീർത്ഥസ്നാനത്തിനെ പറഞ്ഞിരിക്കുന്നത്, അതിൽ സ്ഥാനവും നമുക്ക് ആഡ് ചെയ്യാം. ഇതൊന്നും ഭാഗവതത്തിൻ്റെയോ സത്സംഗത്തിൻ്റെയോ 4 അകലത്ത് വരില്ല എന്ന് പറയുന്നത്. 4 അകലത്ത് വരില്ല. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, പുണ്യ സ്ഥലങ്ങൾ ദർശിക്കുകയും
ഈ വെള്ളത്തിൽ പോയിട്ട് ഈ പൊന്മ മുങ്ങിയിട്ട് മത്സ്യത്തിനെ പിടിച്ചിട്ട് കിടുപ്പെന്ന് കയറും, അതുപോലെയുള്ളൂ, ഒന്നും നേടാനില്ല. പിന്നെ എന്തിനാണ് ഗംഗാസ്നാനം ശ്രേഷ്ഠമാണെന്നൊക്കെ? ഭാഗവതമില്ലാത്തവർക്ക് മതി. ഭാഗവതമില്ലാത്തവർക്കാണ് എന്തെങ്കിലും ഗുണം ചെയ്തിരിക്കാം. ഇല്ല, നമുക്കറിയില്ല ഗുണം ചെയ്യുമോ നമ്മളവിടേക്കും ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം അതിനേക്കാളും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് എന്ന് മഹാത്മാക്കൾ പറയണു, നമ്മളല്ല പറയണത്. അവിടെ എന്തോ പുണ്യം കൊണ്ട് നമ്മളെത്തി. ഇനി എന്തിനായി അവിടെയും ഇവിടെയും പോകാൻ നിൽക്കണത്? ഭാഗവതം എടുത്തവരൊന്നും അവിടെയും ഇവിടെയും ഒന്നും പോവില്ല, പോകേണ്ട ആവശ്യം അവർക്കില്ല. ഏറ്റവും വലിയ തീർത്ഥാണ്. തീർത്ഥം ചക്രേന്ന് പോനം യഥജനയതിഷത്പരിപാദശൗചം. ഭാഗവതത്തിലെ ശ്ലോകമാണ് പറയുന്നത്, നമ്മൾ എഴുതിയതല്ല. എല്ലാ തീർത്ഥങ്ങളെയും ഗംഗ അടക്കം സരിപാദശൗചം എന്ന് പറഞ്ഞാൽ ഗംഗ രണ്ടാം സ്ഥാനത്തേക്ക് ആക്കി ഇത്രേ ഭഗവാൻ. അപ്പോൾ ഒന്നാം സ്ഥാനം ഏതാ? ഒന്നാം സ്ഥാനം ശ്രീമദ് ഭാഗവതം. ഈശ്വര കഥയിൽ മുങ്ങിയാൽ വേറെ തീർത്ഥത്തിൽ മുങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എവിടേക്ക് എത്തുമോ അതിനേക്കാൾ ഒരുപടി മുന്നിൽ ഈശ്വരകഥയാകുന്ന തീർത്ഥത്തിൽ മുങ്ങിയവർ എത്തും എന്ന് ദശമസ്കന്ധ ഉപസംഹരിക്കുമ്പോൾ ശുഗമഹർഷി പറഞ്ഞതാ. തീർത്ഥം ചക്രേ നൃപോനം, എല്ലാ തീർത്ഥങ്ങളും ഭഗവാന്റെ പാദത്തിൽ നിന്ന് പുറപ്പെട്ട ഗംഗയടക്കം ഭാഗവതത്തിൻ്റെ ഒപ്പം വരില്ല. ഭാഗവതം എന്നല്ല, ഭാഗവതം ഉൾക്കൊണ്ടാൽ എന്നൊരു ക്ലോസ് അവിടെ വെക്കണം കേട്ടോ. പുസ്തകം അവിടെ ഉണ്ടായതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഭാഗവതാണ്ട് ഉൾക്കൊണ്ടാൽ ബാക്കി സർവ്വ തീർത്ഥങ്ങളും ഗംഗയും സ്ഥാനങ്ങളും രണ്ടാം തരവും മൂന്നാം തരവും ആയി മാറി. ഫസ്റ്റ് ക്വാളിറ്റി കയ്യിലുണ്ടാവുമ്പോൾ ആരെങ്കിലും സെക്കൻഡ് ക്വാളിറ്റിയും തേർഡ് ക്വാളിറ്റി അന്വേഷിച്ച് പോവോ? ഫസ്റ്റ് ക്വാളിറ്റി ചായ കയ്യിലുണ്ട്, എനിക്കിത്തിരി സെക്കൻഡ് ക്വാളിറ്റി ചായ വേണം, തേർഡ് ക്വാളിറ്റി ചായ കിട്ടിയത് ആരും പറയില്ല. അതാണ് ഇവിടെ പറഞ്ഞത്, സദ്യ പുനണ്ടുപസ്പൃഷ്ടാസുന്യാപോനു സേവയാ. ഈ ജലത്തിൽ പോയിട്ട് പൊന്മ മുങ്ങണ പോലെ മുങ്ങിയാൽ കിട്ടുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് തന്നെ പറയണം ഗുണം എന്തുകൊണ്ട് കിട്ടണം? ഭഗവത് പാദത്തെ ശരിക്കും ആശ്രയിച്ചാൽ കിട്ടും. ശരിക്കും ആശ്രയിക്കണം, അതാരും ചെയ്യണില്ല. എന്തൊക്കെയോ കാട്ടി, ഞാൻ എന്തൊക്കെയോ ചെയ്തു എന്ന് അവർക്ക് പോരാ. അങ്ങനെയില്ല ഉദ്ദേശിക്കണം. യത് പാദ സംശ്രയ സൂത, അല്ലയോ സൂത, ഏതൊരു ഭഗവാന്റെ ആ പാദത്തിലുള്ള ഭക്തി ഉണ്ടല്ലോ, എത്രയോ ജന്മത്തെ പുണ്യം കൊണ്ടാണ് ഉണ്ടാവുക, അല്ലാതെ ഒന്നും ഉണ്ടാവില്ല. എത്ര ആൾക്ക് ഇല്ലാണ്ട് കാണുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഭക്തി ജനിച്ചവർക്ക് മുനയപ്രശമായന അനവധി മഹർഷിമാർ, ഇത് ഒരാളും രണ്ടാളൊന്നുമില്ല, എത്രയോ ആളുകൾ അവരുടെ മനസ്സിനെ ശാന്തമാക്കിയിട്ടുണ്ട്. ശാന്തമായിട്ട് സർവ്വ ദുഃഖത്തിനും അവർ പരിഹാരം കണ്ടു. എന്നിട്ടോ ഇവിടെ പറയണം, സ്വത്തുന്യാപോനു സേവയ, ജലത്തിൽ പോയിട്ട് തീർത്ഥസ്നാനം ചെയ്യുക, അതുകൊണ്ട് ശുദ്ധി നേടുക എന്നതിന് വളരെ താമസം എടുക്കും. ഇതോ വളരെ വേഗം ഫലപ്രാപ്തി ഉണ്ടാവും. ശരിക്കൊരു കഥ നമ്മൾ വേണ്ട പോലെ കേട്ടാൽ 2 തുള്ളി കണ്ണുനീര് വരുത്താൻ കഴിഞ്ഞാൽ അത് എത്രയോ ജന്മത്തെ തപസ്സിന് തുല്യമാണ്. ഞാൻ പറഞ്ഞ വാചകത്തിൻ്റെ അവസാന ഭാഗം ശ്രദ്ധിക്കണം. കഥകൾ കേട്ടാൽ എന്നല്ല പറഞ്ഞത്, പറഞ്ഞില്ല, കഥകൾ കേട്ട് 2 തുള്ളി കണ്ണുനീര് കണ്ണിൽ നിന്ന് നിങ്ങൾക്ക് വരുത്താൻ കഴിഞ്ഞാൽ എന്നാണ്. അത് കഴിയണം. അത് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നും ആവശ്യമില്ല, അത്ര ശുദ്ധിക്ക് വേറൊന്നും വേണ്ട. ആ കണ്ണുനീര് അവിടെ വരണം. എന്നാൽ അവർ ഉൾക്കൊണ്ടു. അത്ര വേഗത്തെ ശുദ്ധി ഈ വെള്ളത്തിൽ പോയി മുങ്ങിയത് കൊണ്ടോ പുണ്യസ്ഥലങ്ങൾ ദർശിക്കുന്നത് കൊണ്ടോ ഒരിക്കലും ഒരാൾക്കും കിട്ടുന്നില്ല. ഉറപ്പിച്ചുകൂടെ, ഇനി ഒന്നും പറയാനില്ല. യത്പാദ സംശയ, ഭഗവത് പാദസേവ തന്നെ അവിടേക്ക് എത്തിക്കാനാണ് അതൊക്കെ. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഈ പാക്കനാർ ഒരാളോട് പറഞ്ഞു, എവിടേക്കാ പോകണമെന്ന് ചോദിച്ചപ്പോൾ അയാൾ ഗംഗയിൽ മുങ്ങാൻ പോവുകയാണ്. ഓ, ഈ കായയും കൂടി ഒന്ന് മുക്കിക്കൊണ്ടിരണം കേട്ടോ, കയക്കണ കായയാണ്. എന്തോ ഒരു കായ, ഓ ശരി, അതിനിപ്പോൾ എന്താ പ്രയാസം? ഇയാൾ മുക്കി കൊടുന്നില്ലേ, ഇങ്ങോട്ട് തരൂ നോക്കട്ടെ. അയാൾ കടിച്ചു നോക്കിയിട്ട് പാക്കനാർ പറഞ്ഞു, ഇതിൻ്റെ കയ്പ്പൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ ഈ കയ്പ്പ് പോവാത്തവരുടെ കയ്പ്പ് എന്തുകൊണ്ടും പോവില്ല, അല്ലാത്തവരുടെ ഈശ്വര സേവ കൊണ്ട് പോവും. ഇങ്ങനെയാണ് ഈ തീർത്ഥസ്നാനം കൊണ്ട്
മുകളിലെ വെള്ളം ആവണുള്ളൂ ശരീരത്തിൽ, അത് കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങി പോവുകയും ചെയ്യും ഇല്ലേ? തോർത്തിയാൽ ഉള്ളിലേക്ക് എത്തണുണ്ടോ? ഉള്ളിലേക്ക് എത്തണമെങ്കിൽ അതാണ് ഈശ്വരകഥ തന്നെ വേണം. ഇനി അടുത്ത ശ്ലോകം. കോവാ ഭഗവതസ്യ പുണ്യ ശ്ലോകേഡ്യ കർമ്മണ ശുദ്ധികാമോ നിഷുണിയ യശക്കലിമലാപകം. 16-ാമത്തെ ശ്ലോകം. പുണ്യശ്ലോകേട്യ കർമ്മണ, പുണ്യശ്ലോകന്മാരാൽ സ്തോത്രം ചെയ്യപ്പെടുവാൻ യോഗ്യങ്ങളായിട്ടുള്ള കർമ്മങ്ങളോട് കൂടിയ. അനവധി പുണ്യാത്മാക്കളെയാണ് അത് കീർത്തിക്കുന്നുള്ളൂ. അല്ലാത്തവർക്ക് ഇതിലിപ്പോൾ എന്താ കാര്യം എന്ന് തോന്നും ഇല്ലേ? മറ്റവരോ സദാ ഇതിനെ കീർത്തിച്ച് കൊണ്ട് നടക്കുന്നു. ശുഗൻ, നാരദൻ, അവർക്ക് വേറൊരു ലക്ഷ്യം പോലും ജീവിതത്തിലില്ല. ഭഗവത തസ്യ, ആ ഭഗവാന്റെ കലിമല അപഹം, കലിദോഷത്തെ ഇല്ലാതാക്കുന്ന യശസ്സിനെ, കീർത്തിയെ എന്ത് ചെയ്യുന്നു? ആര് കീർത്തിക്കാതിരിക്കില്ല എന്ന് ചോദിക്കുകയാണ് ഇവിടെ. എല്ലാവരും കീർത്തിക്കുന്നർത്ഥം. ശുദ്ധികാമ, ശുദ്ധി ആഗ്രഹിക്കുന്ന ക, ഏതൊരുവൻ, ന ശുണിയാത്, കേൾക്കയില്ല. ശുദ്ധി ആഗ്രഹിക്കുന്ന ശുദ്ധാത്മാക്കൾ അത് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കും കേൾക്കണം. ഞങ്ങൾ ശുദ്ധി ആഗ്രഹിക്കുന്നവരാണ്. കോവ ഭഗവത തസ്യ പുണ്യശ്ലോകേഡ്യ കർമ്മണ. പുണ്യശ്ലോകേഡ്യ കർമ്മണ എന്ന് വിശേഷണമാണ്. കർത്താവ് ഏതാണ്? ഭഗവത. പുണ്യശ്ലോകന്മാർ, ഭഗവാന്റെ യശസ്സിനെ കീർത്തിക്കുന്ന പുണ്യവാന്മാർ ആ ഭഗവാന്റെ കീർത്തനങ്ങൾ സദാ കീർത്തിച്ചു കൊണ്ടിരിക്കും. ശുദ്ധി ആഗ്രഹിക്കുന്നവർ എന്നർത്ഥം. ശുദ്ധി ആഗ്രഹിക്കുന്ന ഏതൊരുവൻ ഇതിനെ കീർത്തിക്കില്ല. എല്ലാവരും കീർത്തിക്കും. കാരണം കലിദോഷത്തെ ഇല്ലാണ്ടാക്കാൻ ഇത്ര ബലവത്തായിട്ടുള്ളൊന്നില്ല. അതുകൊണ്ട് കോനു ശുണിയാത്, കോ ന ശുണിയാത്. ആരാണ് കേൾക്കാതിരിക്കുക? ആരാണ് കേൾക്കാതിരിക്കുക എന്നുള്ളതിന് കൃഷ്ണാവതാരം പറയുമ്പോൾ ഉത്തരം പറയുന്നുണ്ട്. പശുക്നാഥ് വിനാ പശുക്നാഥ്. പശുക്കളെ കൊല്ലണ ക്രൂരന്മാർ. അവിടെ പശു എന്ന് പറഞ്ഞാൽ മൃഗമാണ്. ഗാവ് എന്ന് പറഞ്ഞാൽ പശുവല്ല. നമുക്കതിൽ ഗാവ് എന്ന് പറഞ്ഞാൽ ആ പശു. പശു എന്ന് പറഞ്ഞാൽ മൃഗമാണ്. മൃഗങ്ങളെ കൊല്ലുന്ന ക്രൂരന്മാർ കേൾക്കണ്ട എന്ന് ചിലപ്പോൾ വെച്ചേക്കാം. ചില കേമന്മാരുണ്ട് ഭാഗവത സപ്താഹത്തിന് മുൻകൈ എടുത്ത് കൗണ്ടറിലിരിക്കും. അത് വേണം കേട്ടോ, കൗണ്ടറിലിരുന്നില്ലെങ്കിൽ കാര്യം നടക്കില്ല. അതീന്ത്യയൊക്കെ നടക്കും. ചിലപ്പോൾ രുക്മിണി സ്വയംവരത്തിന് പടക്കം പൊട്ടിക്കാനും മുമ്പിൽ നിൽക്കും. എന്നാലും ഒരധ്യായം ഇരുന്ന് കേൾക്കില്ല. ഞങ്ങൾ സപ്താഹത്തിൻ്റെ ആൾക്കാരാണ്, കമ്മിറ്റിക്കാരാണ്, ഭാരവാഹികളാണ്. അല്ലാതെ വേണം വേണ്ട എന്നല്ല. പക്ഷെ 2 അധ്യായമെങ്കിലും കേട്ടൂടെ അവർക്ക്? അത് ചെയ്യില്ല. നോക്കിയിട്ടുണ്ടോ? അവിടെ ശ്രമക്കാരായിട്ട് ഇങ്ങനെ നിൽക്കും. ചിലപ്പോൾ ഭക്ഷണം വിളമ്പാനും ചെയ്തു എന്ന് വരും. ഒക്കെ വേണ്ടതാണ്. 2 അധ്യായം കേൾക്കും കൂടി വേണം. അല്ലാതെ അതിന് തോന്നില്ല എന്നർത്ഥം. മറ്റതൊക്കെ ചെയ്താലും അവിടെ ഇരിക്കാൻ തോന്നില്ല ചിലർക്ക്. അവരൊഴികെ അവർക്ക് കേൾക്കണം എന്നുണ്ടാവില്ല എന്നിവിടെ ദശമസ്കന്ധത്തിൽ പറഞ്ഞു. പശുക്നാഥ്, മഹാക്രൂരൻ ചിത്തം ഉള്ളവർക്ക് ഈശ്വരകഥ അതിൽ അറ്റൻഡ് ചെയ്യാനോ ശ്രദ്ധിക്കാനോ അവർക്ക് കഴിയില്ല. അല്ലാത്തവരെല്ലാം അത് കേൾക്കും. ആര് കേൾക്കുന്നവിടെ വിശേഷമുണ്ട്. മനഃശുദ്ധി ശുദ്ധി കാമോ, ശുദ്ധി ആഗ്രഹിക്കുന്നവരും ആയിട്ടുള്ളവർ കലിദോഷത്തെ ഇല്ലായ്മ ചെയ്യുന്ന. അപ്പം ഒന്ന് കേൾക്കണവരുടെ വിശേഷണം, പിന്നൊന്ന് ഭഗവാന്റെ വിശേഷണം. ഭഗവത ഭഗവാൻ. എങ്ങനത്തെ ഭഗവാൻ? പുണ്യശ്ലോകേഡ്യ കർമ്മണ. നല്ല യശസ്വി ചെയ്തവർ, കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനത്തെ കർമ്മങ്ങളോട് കൂടിയവൻ. പുണ്യശ്ലോകന കർമ്മണ. ശുദ്ധന്മാരും മഹത്തുക്കളും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കർമ്മങ്ങളോട് കൂടിയ ഭഗവത. അത് ആര് കേൾക്കണം? ആര് കേൾക്കും? ശുദ്ധി കാമിക്കുന്നവർ. ശുദ്ധി കാമിക്കുന്ന ഏതൊരാൾ തന്നെ കേൾക്കാതിരിക്കും എന്ന് ചോദിക്കണം. ശുണുയാത് യശക്കലിമലാപഹം. അതെന്താണ് കഥകളുടെ പ്രത്യേകത? കലിദോഷത്തെ ഇല്ലായ്മ ചെയ്യും. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ, ആൾക്കാരുടെ സ്വഭാവം അടക്കം മാറുക, കേട്ടിട്ട് മാറിയിട്ടുള്ള അനുഭവങ്ങൾ അനവധി നമുക്ക് പറയാനുണ്ട്. അങ്ങനെയൊക്കെ പറയാച്ച. കോവാ ഭഗവതസ്യ പുണ്യശ്ലോകേട്യ കർമ്മണ. മഹാത്മാക്കൾ കേൾക്കുന്ന ഭഗവാന്റെ കഥകൾ ശുദ്ധി ആഗ്രഹിക്കുന്ന ഏതൊരാൾ കേൾക്കാതിരിക്കും. ശുദ്ധി കാമോ ന ശുണിയാത്. ശുദ്ധി ആഗ്രഹിക്കുന്ന ഒരാൾ കേൾക്കില്ല.
കേൾക്കില്ല എന്ന് പറഞ്ഞാൽ ആര് തന്നെ കേൾക്കാതിരിക്കും. അവിടെ നെഗറ്റീവ് ആണെങ്കിലും സംഗതി പോസിറ്റീവാണ്. കേൾക്കാതിരിക്കും, എല്ലാവരും കേൾക്കും എന്നുള്ള അർത്ഥത്തിലാണ്. ആരെന്നെ കേൾക്കാതിരിക്കും വെച്ചാൽ എല്ലാവരും കേൾക്കും. എങ്ങനത്തെ ഒരു ശുദ്ധി കാമോ, ശുദ്ധി ആഗ്രഹിക്കുന്നവരത് കേൾക്കാതെ ഇരിക്കില്ല. കാരണം കലിമലാപഹം, കലിദോഷത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. തസ്യ കർമാണ്യുദാരാണി പരിഗീതാനി സൂരിഭി ബ്രൂഹിനശ്ചത്തദാനാനാം ലീലയാ തദതക്കല. ഇത് മൂന്നാമത്തെ ചോദ്യമായിട്ട് പറയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് കേൾക്കണം? നേരത്തെ പറഞ്ഞല്ലോ, ആ പുണ്യശ്ലോകൻ്റെ കർമ്മങ്ങൾ എല്ലാവരും കേൾക്കും. അതുകൊണ്ട് ആ കർമ്മങ്ങൾ എന്ത് വേണം? ഞങ്ങൾക്ക് പറഞ്ഞു തരണം. തസ്യ കർമാണി ഉദാരാണി, ഉദാരമായിട്ടുള്ള ആ കർമ്മങ്ങൾ മഹത്തുക്കളും സൂരിഭി എന്ന് പറഞ്ഞാൽ അറിവുള്ളവർ, വിദ്വാൻമാരാൽ കീർത്തിക്കപ്പെട്ടതും മഹത്തായിട്ടുള്ളതും ആയ ഉദാരാണി, ബ്രഹ്മാവ് ശിവൻ മുതലായിട്ടുള്ളവരൊക്കെ ഏതൊരു മൂർത്തികളെയാണോ ഭഗവാൻ ധരിച്ചിരിക്കുന്നത്, വിഷ്ണുവിൽ നമ്മൾ ഏത് ദൈവത്തിനെ പ്രധാനമായിട്ട് വിചാരിക്കുന്നുവോ ആ ദൈവത്തിൽ മറ്റ് ദൈവങ്ങളൊക്കെ ഉണ്ട് എന്നാണ്. എന്താ അത്? ഏത് ദൈവത്തിനെ നമ്മൾ പ്രധാനമായിട്ട് വിചാരിക്കുന്നുവോ അതിൽ മറ്റ് ദൈവങ്ങൾ ഉണ്ടായിക്കോളും. ശിവനെ വിചാരിക്കുന്നവർക്ക് എല്ലാ ദൈവങ്ങളും ശിവനിലുണ്ട്. വിഷ്ണുവിനെ വിചാരിക്കുന്നവർക്ക് വിഷ്ണു ദേവദേവനാണ്. പിന്നെ വേറെ 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 ഉപാസന വേണ്ട. ദേവിയെ വിചാരിക്കുന്നവർക്കോ എല്ലാ ദേവന്മാരും ദേവികളിലുണ്ട്. വേറെ 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 പോയി നോക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു ബ്രഹ്മാവ് ശിവൻ എന്നിങ്ങനെയുള്ള മൂർത്തികളെ ധരിച്ചിരിക്കുന്ന വിഷ്ണു, ശിവനെയും ബ്രഹ്മാവിനെയൊക്കെ ധരിക്കുകയാണ് വിഷ്ണു. ഇങ്ങനെ ശിവനോ മറ്റ് ദേവന്മാർ. അപ്പോൾ ആ ഒരു ഭഗവാന്റെ നമ്മളെ അനുഗ്രഹിക്കാൻ കഴിവുള്ള സൃഷ്ടിയാദി ലീലകളെ കേൾപ്പാൻ അതിശക്തിയോടുകൂടിയിരിക്കുന്ന ഞങ്ങളോട്, അല്ലയോ സൂത, ഭഗവാന്റെ സൃഷ്ടിയാദി ലീലകളെ പറഞ്ഞു തരണമേ. കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടിയാദി ലീലകളാണ് കർമ്മങ്ങൾ. ഭഗവാന്റെ കർമ്മങ്ങൾ എന്താ? ആഫീസിൽ പോലും ടൗണിൽ പോലും കൃഷി ചെയ്യലൊന്നും അല്ലാതെയോ. ഭഗവാന്റെ കർമ്മമൊക്കെ നമ്മുടെ കർമ്മങ്ങളാണ്. ഭഗവാന്റെ കർമ്മം ലോകത്തിൻ്റെ സൃഷ്ടിയാദി ലീലകളാണ്. അപ്പം അതിവിടെ പറഞ്ഞു മാത്രം അത് ഞങ്ങളോട് പറഞ്ഞു തരണം. ഉദാരാണി, മഹത്തായിട്ടുള്ളതും, പിന്നെയോ പരിഗീതാനി സൂരിഭി, അറിവുള്ളവർ, സൂരിഭി പണ്ഡിതന്മാരാൽ, സൂരയ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ, സൂരിഭി എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരാൽ, സൂരയ പണ്ഡിതന്മാർ, സൂരിഭി പണ്ഡിതന്മാരാൽ, ഭി എന്ന് ചേർത്താൽ അവരാൽ എന്നാവും. അപ്പം സൂരയ എന്നുള്ളത് നൗൺ, സൂരഭി എന്ന് പറഞ്ഞാൽ അവരാൽ എന്നുള്ള വിശേഷണമാണ്, വിഭക്തി. സൂരിഭി, ഭി എന്ന് ചേർത്താൽ അങ്ങനെ വരിക. ബ്രഹ്മചാരി, ബ്രഹ്മചാരിഭി, ബ്രഹ്മചാരിഭി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരികളാൽ, ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി, ഭി എന്ന് ചേർത്താൽ അവരാൽ. അപ്പം സൂരിഭി എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരാൽ, ആ പണ്ഡിതന്മാരാൽ സദാ കീർത്തിക്കപ്പെടുന്ന ഭഗവാന്റെ കർമ്മങ്ങൾ, അല്ലയോ സൂത, ന ബ്രൂഹി, ന എന്ന് പറഞ്ഞാൽ ഞങ്ങളോട്, പറഞ്ഞു തരണമേ. ബ്രൂഹി പറഞ്ഞാൽ, ന എന്ന് കഴിഞ്ഞിട്ട് വിസർഗട്ടാൽ ഞങ്ങളോട് എന്നർത്ഥം വരും. വിസർഗട്ടില്ലെങ്കിൽ നെഗറ്റീവ് അർത്ഥം വരിക, വേണ്ട, ഇല്ല എന്നർത്ഥം വരും. നെഗറ്റീവ് വിസർഗട്ടില്ലെങ്കിൽ. ന എന്ന് പറഞ്ഞാൽ ഞങ്ങളോട്, ന എന്ന് വായിക്കണം എന്നാണ് സാധാരണ. ന എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥമാണ്. വിസർഗട്ടാലോ ഞങ്ങളോട് എന്നാൽ എത്ര മാറ്റായി അറിയൂ. അതാണ് ഒരു വിസർഗത്തിന് അർത്ഥത്തിനെ മാറ്റാൻ കഴിയും. സംസ്കൃതത്തിൽ അതാണ് പ്രത്യേകത. വിസർഗം ഉച്ചരിക്കേണ്ടോടത്ത് വിസർഗം ഉച്ചരിക്കണം, അല്ലാത്തടത്ത് ഉച്ചരിക്കാൻ പാടില്ല. ഇത് രണ്ടും നിർബന്ധമാണ്. അപ്പോൾ രണ്ട് കുത്തിട്ടോടത്ത് ന എന്ന് പറയണം, അല്ലെങ്കിൽ ന എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ബ്രൂഹിന ശ്രദ്ധദാനാന്ന് പറഞ്ഞാൽ ഞങ്ങളോട് പറയേണ്ടെന്നാവും. നേരെ ഓപ്പോസിറ്റായി അർത്ഥേ. അപ്പം ന അതിനോടത്ത് നിർത്തണം. അതാണ് വല്ലാതെ ബന്ധപ്പെട്ട് വായിക്കരുത് വേണം. ബ്രൂഹിന ശ്രദ്ധദാനാന്നാ പറയുക, ഞങ്ങളോട് പറയണ്ട കേട്ടോ, ഞങ്ങളോട് പറയണം. ബ്രൂഹി ന ശ്രദ്ധദാനാനാം, ഞങ്ങളോട് എന്നാണ് വിസർഗട്ടാൽ. ബ്രൂഹിന ശ്രദ്ധദാനാനാം, ശ്രദ്ധയോട് കൂടി കേൾക്കുന്ന. ഞങ്ങൾ വെറുതെ പഠിക്കുകയല്ല, രണ്ട് ചെവിയും കൂർപ്പിച്ച് അതിൻ്റെ പിന്നിൽ മനസ്സും സദാ നല്ലപോലെ കൊടുത്തിട്ടാണ് കേൾക്കണം. കേൾക്കാൻ ചെവി മാത്രം പോരാ, മനസ്സും വേണം. മനസ്സും ബുദ്ധിയും വെച്ച് കേൾക്കണം.
അല്ലാണ്ടിരുന്നാൽ കേട്ടു ഈ ചെവി കൂടെ പോയിട്ട് ആ ചെവി കൂടെ പോകും അല്ലേ. അപ്പം അങ്ങനെ കേൾക്കല്ല ഞങ്ങൾ. ശ്രദ്ധദാനാനാം, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കാൻ താല്പര്യമുള്ള ഞങ്ങളോട് ബ്രൂഹി പറഞ്ഞാലും എന്ത് ലീലയാദതക്കല, ആ ഭഗവാന്റെ ലീലകൾ, സൃഷ്ട്യാദി ലീലകൾ, കർമാണ്യുദാരാണി എന്ന് പറഞ്ഞാൽ സൃഷ്ട്യാദി ലീലകളാകുന്ന കർമ്മങ്ങൾ. കലാഹ, ആ കലകൾ ഞങ്ങളോട് പറഞ്ഞു തരേണമേ. കലാഹ, കലകളെ, അവതാരങ്ങൾ. കല എന്ന് പറഞ്ഞാൽ ഇവിടെ അവതാരമാണ്. അവതാരങ്ങളെയും കർമ്മങ്ങളെയും പറഞ്ഞു തരേണമേ. അറിവുള്ളവർ പോലും സദാ കേൾക്കാനും പാടാനും ഇഷ്ടപ്പെടുന്ന ഭഗവാന്റെ കലകൾ, അവതാരങ്ങൾ എന്നർത്ഥം. കല എന്ന് പറഞ്ഞാൽ ഇവിടെ അവതാരം എന്നാണ്. കലകളെയും അവതാരങ്ങളെയും ലീലയാ ദദത കലാഹ, ബാക്കി കർമ്മങ്ങളും. ഈ അവതാരങ്ങളല്ലാത്ത കർമ്മങ്ങളാണ് സൃഷ്ടിയാദി ലീലകൾ. അവതാരം എന്ന് പറഞ്ഞുകൂടാ. കർമാണി ഉദാരാണി പ്ലസ് കലാഹ, രണ്ടും. ഉദാരകർമ്മങ്ങളെക്കുറിച്ചും കലകളെക്കുറിച്ചും അവതാരങ്ങളെക്കുറിച്ചും ശ്രദ്ധദാനാം ന ബ്രൂഹി, ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ഞങ്ങളോട് പറഞ്ഞു തരേണമേ. അടുത്തത് അതാഖ്യാഹികരേ ധീമൻ അവതാരകഥാശുഭ ലീലാ വിദധത സ്വൈരം ഈശ്വരസ്യാത്മമായ അനന്തരം. സ്വൈരം ആയിട്ടുള്ള ഇച്ഛ കൊണ്ട്, അങ്ങയുടെ ഇഷ്ട കൊണ്ട് ഭഗവാൻ എടുത്തതായിട്ടുള്ള അവതാരങ്ങൾ, അതും ഞങ്ങളോട് പറഞ്ഞു തരണം. ആത്മമായ ലീല വിദധത, ആത്മമായ കൊണ്ട് ഭഗവാൻ എടുത്തതായിട്ടുള്ള അവതാരകഥാഹ, മത്സ്യം കൂർമാദി അവതാരകളെക്കുറിച്ചും അല്ലയോ ധീമൻ, ബുദ്ധിയുള്ള സൂത, ഞങ്ങളോട് പറഞ്ഞു തരേണമേ. അതാഖ്യാഹി, വീണ്ടും പറഞ്ഞാലും. അതാഖ്യാഹി എന്ന് അവസാനേ പറയൂ, ക്രിയ അവസാനമാണല്ലോ വരിക. എന്ത് പറയണം? അവതാരകഥ. എങ്ങനത്തെ അവതാരകഥ? ശുഭാഹ, കേട്ടാൽ മതി, സർവമംഗളവും ഉണ്ടാവും, സർവമംഗളങ്ങളും ഉണ്ടാകുന്ന ആ കഥ. ശുഭാഹ അവതാരകഥ ആഖ്യാഹി. ഈ ശ്ലോകത്തിൽ അവതാരങ്ങളെ പ്രത്യേകിച്ചൊന്ന് പറഞ്ഞു. അത് കർമ്മങ്ങളാണ് ഇതിനു മുമ്പ് പറഞ്ഞത്. അപ്പം അവിടെ അവതാരങ്ങളെ പറയണം എന്നും ചോദിച്ചു. അവതാരകഥ ശുഭ എന്ന് പറഞ്ഞാൽ ശുഭ അവതാരകഥ ധീമൻ അതാഖ്യാഹി. കർമ്മങ്ങൾ കഴിഞ്ഞു. ആദ്യം ഒരു കർമ്മങ്ങൾക്ക് പ്രാധാന്യം, ഇവിടെയോ അവതാരങ്ങളാണ്. അതുകൊണ്ട് ഭഗവാന്റെ അവതാരങ്ങളെക്കുറിച്ച് പറയണം. എങ്ങനത്തെ? ലീലാ വിദധത സ്വൈരം ഈശ്വരസ്യാത്മമായ എന്ന അവതാരത്തിൻ്റെ വിശേഷണമാണ്. തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് ഭഗവാൻ എടുത്ത അവതാരങ്ങൾ, തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈശ്വരൻ എടുത്ത അവതാരങ്ങൾ. അപ്പോൾ അതാണ് ഈ പല പുരാണങ്ങളിൽ വ്യത്യാസമുണ്ട്. ദേവി ഭാഗവത്തിൽ ഭഗവാൻ പാപം ചെയ്തിട്ട് അത് അനുഭവിക്കാനാത്രേ അവതാരം എടുത്തത്, അങ്ങനെ പറയും. കർമ്മങ്ങളെ കൊണ്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് വിഷ്ണു പലവിധ അവതാരങ്ങൾ എടുത്തത്. ഇവിടെ അത് സമ്മതിക്കണില്ല ശ്രീമദ് ഭാഗവതം. അതാണ് പലത് നോക്കണ്ടെന്ന് പറഞ്ഞത്. വിഷ്ണുവിന് കർമ്മങ്ങൾ ബാധിക്കേ? ആലോചിച്ച് നോക്കൂ, ഒരിക്കലും ബാധിക്കില്ല. ലീലാ വിദധത സ്വൈരം, തൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാനും അനുസരിച്ച് നീങ്ങാനും, തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നീങ്ങാനും ശക്തനാണ് വിഷ്ണു. പിന്നെ എങ്ങനെയാണ് മായ ബാധിക്കുക? പാപം കൊണ്ട് ഗർഭത്തിൽ ജനിച്ചതാണോ ഭഗവാൻ? അല്ല. ഭാഗവത പ്രകാരം നമുക്കത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല. ഈശ്വരസ്യ ആത്മമായ തൻ്റെ ഇഷ്ടത്തിനാണ് അവതാരങ്ങൾ എടുത്തത്. ഒരു കർമ്മത്തിൻ്റെ ബലവും അല്ല. കർമ്മബലം നമുക്കുണ്ട്. നമ്മൾ കഴിഞ്ഞ ജന്മത്തെ കർമ്മമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അതുപോലെ ഭഗവാനെ ആക്കുക. ശരിയാവുമോ അത്? ഏത് അവതാരം എടുത്താലും ഭഗവാൻ ഭഗവാൻ തന്നെയാണ്. അത് മത്സ്യമായാലും വേണ്ടില്ല, കൂർമ്മയായാലും വേണ്ടില്ല, അത് ഭഗവാനെ ബാധിക്കണില്ല എന്ന് ഭാഗവത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. മത്സ്യാവതാരം പറയുമ്പോൾ മത്സ്യമല്ല, ഇനി അതിലും ചെറിയ ജീവിയായാലും ഭഗവാൻ ഭഗവാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആത്മമായ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് സ്വൈരമായിട്ട് സഞ്ചരിക്കുന്ന ഒരൊറ്റ ആളെ ഈ ലോകത്തിലുള്ളൂ ഭഗവാൻ. നമ്മളൊക്കെ പരേച്ഛയ്ക്ക് വിധേയരാണ്. നമ്മുടെ ഇഷ്ടത്തിന് സഞ്ചരിക്കാൻ സ്വതന്ത്രരല്ല നമ്മളാരും, അസ്വതന്ത്രരാണ് അല്ലേ? ചില ഡിപ്പാർട്ട്മെൻറ്റിൽ ഹോളിഡേ ദിവസം കോള് വന്നാലും കൂടി ജോലിക്ക് പോകണം. അപ്പോൾ നമ്മൾ സ്വതന്ത്രരാണോ? നമുക്കിവിടെ സ്വതന്ത്രമായിട്ട് ഇരിക്കണമെന്നോ ഉറങ്ങണമെന്നോ എവിടേക്കെങ്കിലും പോകണമെന്നോ ഉണ്ടാവും. സ്വതന്ത്രമല്ല. അവിടുന്ന് കോള് വന്നാൽ പോകണം. അത് ജോലികളില്ലേ? പോലീസിൻ്റെ ജോലിയൊക്കെ അങ്ങനെയാണ്. അവർ 24 മണിക്കൂർ കോൾ, എവിടുന്ന കോട്ടയത്ത് നിന്ന് ജോലി വരിക, വിളി വരിക എന്ന് പറയാൻ പറ്റില്ല. സ്വതന്ത്രരല്ല. ഭഗവാനോ പരിപൂർണ സ്വതന്ത്രൻ. ലീലാവിദധത സ്വൈരം ഈശ്വരസ്യ ആത്മമായ
തൻ്റെ ആ മായ കൊണ്ടെടുക്കപ്പെട്ട അവതാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. എന്നിട്ട് പറയണു വയം തുനപിതൃപ്യാമ ഉത്തമ ശ്ലോക വിക്രമേ. 19ാമത്തെ ശ്ലോകം. ഈശ്വരൻ്റെ കഥകൾക്കുള്ളൊരു പ്രത്യേകത കേട്ടുകൊണ്ടോറും പിന്നെയും കേൾക്കണം അല്ലേ എന്ന് തോന്നുന്നു. വയം തുനപിതൃപ്യാമ, ഞങ്ങൾക്ക് മതി വരുന്നില്ല. കേട്ടിട്ട് മതി വരിക, അങ്ങനെ അവസ്ഥ വേണ്ടേ. ഉത്തമ ശ്ലോക വിക്രമേ, ഉത്തമ ശ്ലോകനായിട്ടുള്ള ഭഗവാന്റെ ലീലകൾ എത്ര കേട്ടാലാണ് മതി വരിക. യച്ചൃണ്ണതൻ്റെ സജ്ഞാനാം, അവിടെയുണ്ട് വിശേഷണം. ആർക്ക്? ഭാഗ്യമുള്ളവർക്ക് കേട്ടോ. അല്ലാത്തവർക്ക് ഈ ബോർ എന്തിനാ കേൾക്കണം തോന്നും, അതിൽ അത്ഭുതമൊന്നുമില്ല. പക്ഷേ രസജ്ഞന്മാർക്ക്, കുറച്ചെങ്കിലും പുണ്യം ചെയ്തവർക്ക്, ശ്രേയസ് ആഗ്രഹിക്കുന്നവർക്ക് സ്വാദു സ്വാദു പദേ പദേ, ഓരോരോ പദത്തിലും സ്വാദാണ്. കൂടുതൽ രസം അതിലുണ്ടാവും. താല്പര്യം, ഭംഗി, ആസ്വാദ്യത, ഓരോ പദത്തിലും അറിവ് രാഗ്യം ചെയ്തവർക്ക് അത് കേട്ടിട്ട് മതിയാവുക. അങ്ങനെ ഒരു അവസ്ഥയില്ല ഇല്ലേ. നാരദനും കൂടി എന്താ 16,000 അന്തഃപുരത്തിൽ 108 അന്തഃപുരത്തിൽ കയറി ഇറങ്ങിയിട്ട് പ്രാർത്ഥിച്ചത് പര്യടാമിതവോത്കായൻ ലീലാംബൂനഭാവനീം. ഇവിടെ ഞാൻ കണ്ടതായിട്ടുള്ള അങ്ങയുടെ മഹത്വം സർവേശ്വര, ലോകം മുഴുവനെ പാടി നടക്കാൻ ഒരു ഭാഗ്യം എനിക്ക് തരണേ. നാരദനും ആ ഒരു ആഗ്രഹമുണ്ട്, വേറെ ആഗ്രഹമൊന്നുമില്ല. ഭഗവാന്റെ കഥ മരിക്കണവരേക്ക് പറയാൻ എന്നെ അനുഗ്രഹിക്കണേന്ന് നാരദൻ പ്രാർത്ഥിച്ചു. പര്യടാമി, ഞാൻ അങ്ങനെ പര്യടനം ചെയ്യട്ടെ. ഈ ഭൂമി മുഴുവൻ ഇപ്പം ഇവിടെ കണ്ട മഹത്വം, 16,108 അന്തഃപുരത്തിൽ കണ്ട അങ്ങയുടെ മഹത്വം പാടി നടക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് തരണം. ഇപ്പം ഇവിടെ അത്രയും കാര്യങ്ങളാണ് ചോദിച്ചത്. ഭഗവാന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ശ്രേയസ്സിന് എന്താണ് മാർഗം, ഭഗവാന്റെ കർമ്മങ്ങൾ, അവതാരങ്ങൾ എന്തൊക്കെയാണ്. ഓരോരോ പ്രാവശ്യം കേൾക്കുമ്പോഴും പിന്നെയും കേൾക്കണം എന്ന് തോന്നുന്നു. ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഭഗവാൻ തൻ്റെ സ്വസ്ഥാനത്തേക്ക് പോയപ്പോൾ, സ്വർഗാരോഹണം കഴിഞ്ഞപ്പോൾ എൻ്റെ അവതാരങ്ങൾ അവസാനിപ്പിച്ചു എന്നാണല്ലോ, പിന്നെ എന്തിനെയാണ് ധർമ്മം ആശ്രയിച്ചിരിക്കുന്നത്? ഭഗവാനുള്ളപ്പോൾ ഭഗവാനാണ് നോക്കണത്, സംശയമില്ല. ഭഗവാൻ പോയപ്പോഴോ എന്തിനെയാണ് ധർമ്മം ആശ്രയിച്ചിരിക്കുന്നത്? അതിനെയും കൂടി ചോദിക്കുകയാണ് അടുത്ത ദിവസം. കായേന വാചാ മനസേന്ദ്രിയർവാ വിദ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യത്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.